ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കോഡ് മന്ത്ര. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് വേരിയബിൾസ് എന്നും വേരിയബിൾസ് എങ്ങനെ പ്രോഗ്രാമിങ്ങിൽ ഹെൽപ്ഫുൾ ആവുന്നു എന്നും പഠിച്ചു. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ വേരിയബിൾസിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെഷനാണ് ഞാൻ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വേരിയബിൾസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി വേരിയബിൾസ് യൂസ് ചെയ്യാതെ ഒരു പ്രോഗ്രാം നമുക്ക് എഴുതാം. സപ്പോസ് എനിക്ക് ജോൺ എന്ന പേര് 5 വട്ടം പ്രിന്റ് ചെയ്യണം. ഇനി നമുക്ക് ഇൻ്റലിജെ ഓപ്പൺ ചെയ്യാം. ഇൻ്റലിജെ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്കായി ഇൻസ്റ്റാളേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിതിന് വേരിയബിൾസ് എന്ന പേരാണ് കൊടുക്കുന്നത്. ഇനി SRC ഫോൾഡറിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് വേരിയബിൾ ഡെമോ എന്ന പേര് കൊടുക്കാം. ഇനി മെയിൻ മെത്തേഡ് എഴുതാം. അതിനായി PSVM എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻ്റലിജെ ഒരു ഷോർട്ട് കട്ട് തരുന്നുണ്ട്. അങ്ങനെ ഈസിയായി മെയിൻ മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മാനുവലായും നിങ്ങൾക്ക് ഈ വീഡിയോ ഫോളോ ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് LN ഡബിൾ കോട്ട്സിൽ ജോൺ, പിന്നെ ഒരു സെമിക്കോളൻ ഇടുക. ഇനി ഇതിനെ നമുക്ക് ഒരു 4 വട്ടം കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി പ്രോഗ്രാം സേവ് ചെയ്തതിന് ശേഷം കോഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത പോലെ 5 വട്ടം ജോൺ എന്ന് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നെയിം എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ 5 ലൈൻസിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് വേരിയബിൾ യൂസ് ചെയ്യാം. ജോൺ എന്ന നെയിം സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് 5 പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ്സിലും ജോണിന് പകരം നെയിം എന്ന വേരിയബിൾ യൂസ് ചെയ്യാം. സ്ട്രിംഗ് നെയിം ഈക്വൽ ടു ജോൺ. ഇവിടെ സ്ട്രിംഗ് എന്നത് ഡാറ്റ ടൈപ്പാണ്. ഡാറ്റ ടൈപ്സിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതാണ്. നോർമലി ഒരു സീരീസ് ഓഫ് ക്യാരക്ടേഴ്സ് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. സ്ട്രിംഗ് വാല്യൂസ് എപ്പോഴും ഡബിൾ കോട്ട്സിനകത്താണ് എഴുതേണ്ടത്. പിന്നെ നെയിം എന്നതാണ് വേരിയബിൾ നെയിം. സോ ഈ നെയിം എന്ന വേരിയബിൾ വെച്ചുകൊണ്ട് നമുക്ക് ജോൺ എന്ന വാല്യൂ ആക്സസ് ചെയ്യാൻ കഴിയും. പിന്നെ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത് നെയിം എന്ന വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ജോൺ എന്നതാണ് ഈ വേരിയബിളിൻ്റെ വാല്യൂ. ഇപ്പോൾ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ജോണിന് പകരം നമുക്ക് ഈ നെയിം എന്ന വേരിയബിൾ വെച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഈ കോഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം, നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ വേരിയബിൾസ് നമ്മുടെ കോഡിനെ ക്ലീനായി വെക്കാനും മാനേജ് ചെയ്യാനും ഈസിയാക്കി തരുന്നു. ഇനി നമുക്ക് എങ്ങനെ വേരിയബിൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം 5 വട്ടം ജോൺ എന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നെയിം ചേഞ്ച് ചെയ്ത് ഡേവിഡ് എന്നാക്കാം. അതിനുശേഷം നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് സിംപിളി നെയിം എന്ന വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്താൽ മതിയാകും. നെയിം ഈക്വൽ ടു ഡേവിഡ്, അത് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. ഇനി നമുക്ക് സെയിം പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ എഴുതാം. ഇനി നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നെയിം ചേഞ്ചായി വന്നിട്ടുണ്ട്. ജോൺ എന്ന പേരിന് ശേഷം ഡേവിഡ് എന്ന പേരും പ്രിന്റായി വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ സഹായിക്കും, എസ്പെഷ്യലി വലിയ പ്രോഗ്രാംസിൽ. സോ ഇത്രയുമാണ് ഈ പ്രാക്ടിക്കൽ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കോഡിലെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി. വേരിയബിൾസിനും ചില ടൈപ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അതിനു മുമ്പ് മറ്റു ചില ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
നമ്മൾ ഇന്ന് ചെയ്ത പ്രാക്ടിക്കൽ സെഷൻ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ പഠിച്ച കോൺസെപ്റ്റ്സ് വെച്ചുകൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. സോ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ടുള്ള യാത്രക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻസ് വഴി എഴുതി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ട്യൂട്ടോറിയൽ സീരീസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ എന്താണ് ഡാറ്റ ടൈപ്സ് എന്ന് നമുക്ക് പഠിക്കാം. സോ ഇനിയും കാണുന്നത് വരെ ടേക്ക് കെയർ.